ഫിനാൻഷ്യൽ കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തെ ഫിനാൻഷ്യൽ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് പ്ലാനിങ് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ ബൗണ്ടറീസ് എന്താ വെച്ചാൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ബൗണ്ടറീസ് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, ഇതൊക്കെ ഇതെല്ലാം നേരത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്യാം. ഇതെല്ലാം നേരത്തെ സംഭവങ്ങളാണ്, നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ്. പിന്നെ ജിയോ ടാഗ് അസെറ്റ്, ഇതെല്ലാം ഡ്യൂപ്ലിക്കേഷൻ വരാതിരിക്കാനുള്ള ഓരോ സെറ്റപ്പുകളാണ്. അതിനകത്ത് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് വെച്ചിട്ട് നമുക്ക് ഏത് ആക്ടിവിറ്റി ഇങ്ങനെ 1 by 1 ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഇപ്പം ഇതുണ്ടോ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞതുണ്ടോ, ഏതാണ് GAW ആണോ നോൺ GAW ആണോ, അതിന്റെ ഓരോ കാറ്റഗറി വൈസ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ്. അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് റെസൊല്യൂഷൻ കൊടുക്കുക. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അപ്ലോഡ് റെസൊല്യൂഷൻ. അതിനകത്തൊന്ന് ചൂസ് ഫയൽ സെലക്ട് ചെയ്തിട്ട് റെസൊല്യൂഷൻ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇതുപോലൊരു സാധനം വരും. കമ്മിറ്റി ഡിസിഷൻ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ പഞ്ചായത്തിന്റെ പേര് വെച്ചോ എന്താണ് വർക്ക് PDF പേര് അത് തന്നെ വരും. ഓക്കെ, അത് ടിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന്റെ മേളിലൊരു നമുക്ക് ഒന്നിൽ CSV ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക. ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, GS ബേസ്ഡും അല്ലാതെയൊക്കെ നമുക്ക് CSV ഫയലായിട്ട് കിടപ്പുണ്ട്. വേണമെങ്കിൽ ആ CSV ഫയൽ അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ സൈറ്റിൽ പോയി നമ്മൾ ഭുവൻ ആപ്പ് ഉപയോഗിച്ചിട്ട് ഭുവനിലെ പ്ലാനിങ് മൊഡ്യൂൾ ഉപയോഗിച്ച് നമ്മൾ ജിയോ ടാഗ് ചെയ്ത് ഇതിപ്പോ ടിക്ക് കൊടുക്കുക. ഇപ്പം ഈ പഞ്ചായത്തുകാരത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ടിക്ക് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം ജിയോ ടാഗ് പ്ലാനിങ് ഭുവൻ ഉപയോഗിച്ച് പ്ലാനിങ് ചെയ്ത സൈറ്റുകളാണ്. അപ്പം അങ്ങനത്തെ കിട്ടുന്നുണ്ട്. അപ്പം അത് നമ്മൾ സ്റ്റിക്ക് കൊടുത്ത് GP റെസൊല്യൂഷൻ ഉണ്ടല്ലോ ഓൾറെഡി. പിന്നെ സബ്മിറ്റഡ് ആക്ടിവിറ്റീസ് നേരത്തെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ വേണ്ടി അത് ഇവര് സബ്മിറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെ വെരിഫൈഡ് ആയിട്ടുള്ളത്, കാര്യം ബ്ലോക്ക് ലോഗിൽ നിന്ന് വെരിഫൈ ചെയ്തിട്ടുള്ള ഇവരുടെ 3 വർക്ക് ഉണ്ടായിരുന്നു, അത് 3 ആയതുകൊണ്ട്. പിന്നെ ഏരിയ ലൈൻ സ്റ്റേറ്റ്മെന്റ് അതൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇത് മെയിനായിട്ട് ഈ 2 സാധനം ടിക്ക് കൊടുത്തേക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ക്ലിക്ക് ചെയ്യുക. നോൺ GAW ആണോ GAW ആണോ, നമുക്കിപ്പോൾ ഒരു നോൺ GAW ചെയ്യാം. അതെന്ന് പറയുന്നത് ഇപ്പം ഒരു പാടശേഖരത്തിന്റെ ബണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യത്തെ മാസ്റ്റർ വർക്ക് കാറ്റഗറി അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് D കാറ്റഗറി, അതായത് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒന്നുകൂടെ കാണിക്കുന്നുണ്ടോ, ഈ 68ാം നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പാടശേഖരത്തിന്റെ ബണ്ട് നിർമ്മാണത്തിന്റെ പ്ലാൻ ഇതാണ്. അതിനകത്ത് നോൺ GAW ആണ്. പിന്നെ D കാറ്റഗറി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതെടുത്തു. ഓക്കെ, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ അതെടുത്തു. അത് കഴിഞ്ഞിട്ട് മേജർ ഷെഡ്യൂൾഡ് കാറ്റഗറി, അതിനകത്തുനിന്ന് ഇതാ നോക്കാം, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. ഓക്കെ, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി. ഓക്കെ, കമ്മ്യൂണിറ്റി ബെനിഫിഷ്യറി ടൈപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ആണ്, അതെടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓർ പ്ലാന്റേഷൻ. ഓക്കെ, അത് ആക്ടിവിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓർ പ്ലാന്റേഷൻ അതെടുത്തു. അത് കഴിഞ്ഞിട്ട് വർക്ക് ടൈപ്പ് ഏതാ, കൺസ്ട്രക്ഷൻ ഓഫ് എംബാങ്ക്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി അതെടുത്തു. വർക്ക് ടൈപ്പ് കൺസ്ട്രക്ഷൻ ഓഫ് എംബാങ്ക്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി, എംബാങ്ക്മെന്റ് എടുത്തു. കൺസ്ട്രക്ഷൻ ഓഫ് എംബാങ്ക്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി അതെടുത്തു. ഇതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 12021 ആണ്. അത് പെട്ടെന്ന് നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് സെർച്ച് ചെയ്താൽ നമുക്ക് അത് പെട്ടെന്ന് കിട്ടും. അതിന് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ. നമുക്ക് ഏതൊക്കെ വർക്കാണ് വേണ്ടത് അത് എഴുതി വെച്ചാൽ ബെറ്റർ. അപ്പൊ അതിനകത്ത് നമ്മൾ ആഡ് ആക്ടിവിറ്റി കൊടുക്കാൻ പോവാം. ഓക്കെ, അതിൻ്റെ അത് രണ്ടാമത്തെ മെയിൻ ഇതാണ് ആഡ് ആക്ടിവിറ്റി. ഓക്കെ, അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പൊ എടുത്തിരിക്കുന്ന കാറ്റഗറി ടിക്ക് ആയിട്ടുണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റേജ് കൊടുത്തു. അപ്പം ഓക്കെ കൊടുക്കുക. ഹൗ യു ഫിനിഷ്ഡ് ഐഡന്റിഫൈ ആക്ടിവിറ്റി കൊടുത്തു, ടിക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഐഡന്റിഫൈ ഏരിയ ട്രീറ്റ്മെന്റ് മൂന്നാമത്തെ കാറ്റഗറി, അതിനകത്തുനിന്ന് കൺസ്ട്രക്ഷൻ ഓഫ് എംബാങ്ക്മെന്റ് നമ്മളെടുത്ത വർക്കിന്റെ ആ ഒരു മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് പ്രീവിയസ് ജിയോ ടാഗ് അവിടെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അത് വേണം ടിക്ക് കൊടുക്കാൻ, അങ്ങനെ കൊടുക്കാം. ഇപ്പൊ ലോഡ് ആകും, സെർവർ ഭയങ്കര ബിസി ആണെങ്കിൽ അതിപ്പോ ചെയ്യുന്നില്ല. തൽക്കാലം ഡ്രോ എന്നുള്ളത് എടുത്തു. എന്നിട്ട് ഡ്രോ ഓർ എഡിറ്റ് ലൈൻ നമ്മളിപ്പോ പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോ ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തു, ടിക്ക് കൊടുത്തു. എന്നിട്ട് ഇപ്പം ഇതിപ്പോ ഒരു വർക്ക് നമ്മളിപ്പോ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിങ്ങനെ ടിക്ക് നമുക്ക് വളവ് വരുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ കൊടുത്തു പോകാം. ഇല്ല, നമുക്കറിയില്ല വർക്കിന് എത്ര മീറ്റർ ആണ്. 1000 മീറ്റർ കാണിക്കുന്നു. ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പം 700 മീറ്റർ ഇതിപ്പോ 700 മീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ വരെ വന്നിട്ട്
നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിച്ചോണം, ഡബിൾ ക്ലിക്ക്. ഇപ്പൊ നീലയല്ലേ കിടക്കുന്നത്, ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോകണേ മൗസിൽ. ഡബിൾ ക്ലിക്ക് ചെയ്യാൻ മഞ്ഞയായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് ടു ഫിനിഷ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനിപ്പം പടിഞ്ഞാറ് വെള്ളി സർക്കിൾ, അതിന്റെ പേര് പടിഞ്ഞാറ് വെള്ളി സ്രാക്കൽ എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, ഇത് സേവസ് ഡ്രാഫ്റ്റ് കൊടുക്കുക. സേവസ് ഡ്രാഫ്റ്റ് കൊടുത്തു. അതിനും ഇപ്പൊ ഒരു പേര് കൊടുക്കുക, സബ്പ്ലാന് പടിഞ്ഞാറ് വെള്ളി സ്രാക്കൽ, അത് കൊടുത്തു. ഓക്കെ, ഇത് ഓക്കെയും കൊടുത്തു. സേവ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ, അടുത്തത് വീണ്ടും നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള കൊടുക്കുക. ഇപ്പൊ 3 കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ 4ാമത്തെ സ്റ്റേജിന് മാപ്പ് കമ്പോസിഷൻ എന്നുള്ള അത് നെക്സ്റ്റ് സ്റ്റേജ് കൊടുത്തു. ഇപ്പൊ ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി വെരിഫൈ ചെയ്ത് നമ്മൾ ഓക്കെ കൊടുത്തു. അടുത്ത 4ാമത്തെ കമ്പോണന്റ് വന്നു, മാപ്പ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം നോൺ GAW എല്ലാം കയറി വരും. ഇതുണ്ടോ വരും. ഇപ്പോൾ GAW ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ പടിഞ്ഞാറേ വെള്ളിസ്ലാക്കില്ല, അത് ടിക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ അസൈൻ പ്രയോറിറ്റി കൊടുക്കുക. കാണാമല്ലോ, അസൈൻ പ്രയോറിറ്റി കൊടുത്തു. അതൊന്ന് ജസ്റ്റ് നമ്മൾ ഏതാ വർക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഇപ്പോൾ 4 ചെയ്തുകൊണ്ട് 5ാമത്തെ ഓട്ടോമാറ്റിക് കുറേ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരെണ്ണം ചെയ്തതുകൊണ്ട് 5 വന്നു. അതിനകത്ത് സബ്മിറ്റ് പ്ലാൻ കൊടുക്കുക. സബ്മിറ്റ് പ്ലാൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ബ്ലോക്ക് ലോഗിനിലായിരിക്കും, അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലാനിങ് GP ലെവലുള്ള പ്ലാനിങ് കഴിഞ്ഞിട്ടുണ്ട്.